സിദ്ധരാമയ്യ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദുരന്തമുഖത്തുമെന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാഹനം മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ബൈജു, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കണ്ടില്ല അല്ലേ? അല്പം മാറി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അവിടെ കാത്തു നിൽക്കുമെന്നാണ് നമ്മളോട് വിവരം ലഭിച്ചിട്ടുള്ളത്. തൊട്ടു മാറി, കാരണം വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകൾ മാറണമെന്ന നിർദ്ദേശമാണ് ഈ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സൈന്യവും ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം മഴ വീണ്ടും വലിയാനുള്ള സാഹചര്യം, അത്തരത്തിൽ മുകളിൽ നിന്നും വെള്ളം ഒക്കെ വരുന്ന സാഹചര്യം നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ മുഖ്യമന്ത്രി കാത്തു നിൽക്കുമെന്നാണ് കന്നഡ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമായ മഴയാണ്. നേരത്തെ ഒന്നും കന്നഡയിൽ ഉത്തരകന്നഡയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മഴയാണ്. നിരവധി വാഹനങ്ങളുണ്ട്. നടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇത്തരം സാഹചര്യം മഴയാണ്. വലിയ തോതിലുള്ള ഒരു അപകട സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണമെന്ന ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് മുന്നോട്ട് വാഹനം പോകുന്നത്. അല്പം മാറി അദ്ദേഹം അവിടെ കാത്തു നിൽക്കും, മാധ്യമപ്രവർത്തകരെ കാത്തു നിൽക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അത് കാലാവസ്ഥ വളരെ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഉണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ മുന്നോട്ട് നടക്കുന്നുണ്ട്. വാഹനങ്ങളെല്ലാം മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ഈ അപകട സ്ഥലത്തിൽ നിന്നും ഈ ദുരന്ത സ്ഥലത്തിൽ നിന്നും അല്പം മാറിയാണ് ഇപ്പോൾ കാണാൻ ആലോചനയുള്ളത്. അത്തരത്തിലാണ് കന്നഡ മാധ്യമപ്രവർത്തകരും നമ്മോട് വിവരം പങ്കുവച്ചത്. ഏതായാലും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു തത്സമയ വിവരം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് നൽകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. അതിനപ്പുറം നമുക്ക് ഏറ്റവും വലുത് അർജുന്റെ ജീവനാണ്. അതിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് പറ്റിട്ട്. യെസ്, കാത്തിരിക്കുന്നത് അതാണ്. എന്തായാലും സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന സൂചനയാണ്. അദ്ദേഹം അല്പം മാറി നിന്ന് അപകട മുഖത്തു നിന്നും അല്പം മാറി നിന്ന് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന വിവരം പങ്കുവെക്കുന്നുണ്ട്. കന്നഡ മാധ്യമങ്ങളടക്കം അക്കാര്യം പങ്കുവെക്കുമ്പോൾ അവിടെ പ്രധാനമായി മാറുന്നത് ഇന്ന് ഈ സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് നടത്തുന്ന വെളിപ്പെടുത്തൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രക്ഷാപ്രവർത്തനം വൈകലുണ്ടായോ, അങ്ങനെ ഒരു വീഴ്ചയുണ്ടായോ? രണ്ട്, നിലവിലുണ്ടായിരിക്കുന്ന പുരോഗതി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന വിവരം സ്ഥിരീകരിക്കാത്തതായി പുറത്തു വരുന്നുണ്ട്.